Next one is an important topic, kernel and range of a linear transformation. Now let T be a linear transformation from a vector space to another vector space. Kernel of the transformation, kernel, K-E-R-N-E-L, kernel of a linear transformation നമുക്ക് K-E-R, kernel of T എന്നിങ്ങനെ ഷോർട്ടായിട്ട് എഴുതാം. അതെന്താന്ന് വെച്ചാൽ സപ്പോസ് ഇതൊരു V ആണ് വെക്ടർ സ്പേസ്, ദിസ് ഇസ് അനദർ വെക്ടർ സ്പേസ്, T is a transformation. അപ്പം ഇവിടെ ഒരു എലമെന്റ് വി ഉണ്ടെങ്കിൽ അതിന്റെ ഇമേജ് നമുക്ക് 0 കിട്ടും. ഓക്കെ, അങ്ങനെയുള്ള വിന്റെ കളക്ഷനെയാണ് നമ്മൾ കേർണൽ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് 0 ട്രാൻസ്ഫോർമേഷനിലെ ഡൊമൈൻ ആണ് കേർണൽ ഓഫ് ടി. ദാറ്റ് മീൻസ് സെറ്റ് ഓഫ് ഓൾ വി ഇൻ വി സച്ച് ദാറ്റ് വി ഇൻ ക്യാപിറ്റൽ വി സച്ച് ദാറ്റ് ടി ഓഫ് വി ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പം ഏതൊക്കെ എലമെന്റ്സിന്റെ ഇമേജ് ആണ് 0? കേർണൽ ഓഫ് ടി ഈസ് ദ സൊല്യൂഷൻ സെറ്റ്. വേണമെങ്കിൽ നമുക്ക് ഇതിനൊരു ടി ഓഫ് വി ഈസ് ഈക്വൽ ടു എ വി അല്ലേ, എ വി ഈസ് ഈക്വൽ ടു 0 എടുത്താൽ നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ ആണ്. അപ്പൊ വി ആണ് കേർണൽ വരുന്നത്, വി ബിലോങ് ടു ദ കേർണൽ. അപ്പൊ ഇറ്റ് ഈസ് ദ സൊല്യൂഷൻ സെറ്റ് ഓഫ് ദി സിസ്റ്റം ഓഫ് ഇക്വേഷൻ. ഓക്കെ, ഹോമോജീനിയസ് സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ ആയിരിക്കും കേർണൽ ഓഫ് ടി എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് പറയാറുണ്ട്. ഓക്കെ, അപ്പം കേർണൽ ഓഫ് ടി എന്ന് വെച്ചാൽ സെറ്റ് ഓഫ് ഓൾ വി ഇൻ വി സച്ച് ദാറ്റ് ടി ഓഫ് വി ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഇസ് ടി ഓഫ് വി ഈസ് ഈക്വൽ ടു എ ഓഫ് വി ഈസ് ദ, ഇത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ഇങ്ങനെ മെട്രിക്സ് ആയിട്ട് ഇങ്ങനെ പറയാം. ഇനി ടി ഓഫ് വി 0 മീൻസ് ദിസ് വൺ ഇസ് 0. അങ്ങനെയുള്ള വിന്റെ കളക്ഷൻ, അതായത് സൊല്യൂഷന്റെ സെറ്റ് ആണ്. അപ്പൊ സൊല്യൂഷൻ ഒരു സ്പേസ് ആയിട്ട് നമുക്ക് എഴുതാമല്ലോ, ഒരു സ്പേസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. വെക്ടറിന്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും. അപ്പൊ ഈ ഒരു കേർണലിന്റെ ആ സൊല്യൂഷൻ സെറ്റിനെ നമുക്ക് നൾ സ്പേസ് എന്നും പറയാറുണ്ട്. ഓക്കെ, നൾ സ്പേസ് ഓഫ് ദ മെട്രിക്സ് എ എന്ന് പറയാറുണ്ട്. അപ്പൊ കേർണൽ ഓഫ് ടി എന്ന് പറയുന്നത് തന്നെയാണ് നൾ സ്പേസ് എന്ന് പറയുന്നത്. അപ്പൊ നൾ സ്പേസും ഈ കേർണലും സെയിം ആയിരിക്കും. അതായത് ഈ ഒരു സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ, ഹോമോജീനിയസ് സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ ആയിരിക്കും നൾ സ്പേസും. ആൻഡ് ഓൾസോ ട്രാൻസ്ഫോർമേഷൻ ആവുമ്പം അത് കേർണൽ എന്ന് പറയും. മെട്രിക്സിന്റെ നൾ സ്പേസ് എന്ന് പറയും, ട്രാൻസ്ഫോർമേഷന്റെ, ലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ കേർണൽ എന്ന് പറയും. ഓക്കെ, മനസ്സിലായല്ലോ. നെക്സ്റ്റ് വൺ റേഞ്ച് ഓഫ് ടി കൂടെ ഉണ്ട്. റേഞ്ച് ഓഫ് ടി എന്ന് വെച്ചാല് അപ്പൊ നമ്മൾ നേരത്തെ ഇവിടെ ഒരു ഫിഗർ വരച്ചല്ലോ. വെക്ടർ സ്പേസ് വി ടു ഡബ്ല്യു. അപ്പൊ suppose this is V, this is W, T is the transformation. ഇവിടെ എലമെന്റ് V ഉണ്ട്, അതിന്റെ ഇമേജ് ആണ് ഇവിടെ വരുന്ന W എന്ന് വിചാരിക്കുക. അപ്പൊ വിന്റെ ഇമേജ് ആണ് W എന്ന് വെച്ചാൽ ടി ഓഫ് വി എന്ന് പറയുന്നത് W ആണെങ്കിൽ ഈ Wസിന്, അതായത് ഇമേജസിന്റെ കളക്ഷൻ ആണ് റേഞ്ച് എന്ന് പറയുന്നത്. കോഡമൈൻ റേഞ്ച് എന്ന് കേട്ടിട്ടില്ല, അതേ ഒരു റേഞ്ച് തന്നെയാണ്. റേഞ്ച് ഓഫ് ടി ഈസ് ദ സെറ്റ് ഓഫ് ഓൾ ടി ഓഫ് വി സച്ച് ദാറ്റ് വി ബിലോങ് ടു ക്യാപിറ്റൽ വി. അപ്പം റേഞ്ച് എന്ന് പറയുന്നത് എന്തിന്റെ സബ്സെറ്റ് ആയിരിക്കും? ഡബ്ല്യുവിന്റെ സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ കേർണൽ എടുത്താലോ, കേർണൽ ഏതിന്റെ സബ്സെറ്റ് ആയിരിക്കും? കേർണൽ എപ്പോഴും വിന്റെ കളക്ഷൻ അല്ല, അത് വിന്റെ ആയിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ. കേർണൽ ഓഫ് ടി ഈസ് ദ സെറ്റ് ഓഫ് ഓൾ വി സച്ച് ദാറ്റ് ടി ഓഫ് വി 0. റേഞ്ച് എന്ന് വെച്ചാൽ നമ്മുടെ ഇമേജസിന്റെ കളക്ഷൻ ആണ് റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഇതെടുത്താൽ ഇത് കേർണലായിട്ട് പറയാം, ഇത് നമുക്ക് റേഞ്ച് ഓഫ് ടി എന്ന് പറയാം. ഓക്കെ, റേഞ്ച് ഓഫ് ടി ആയിട്ട് പറയാം. കേർണൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പെർട്ടിക്കുലർ വിന്റെ കളക്ഷൻ ആയിരിക്കും. ഇമേജസിന്റെ കളക്ഷൻ എടുത്താൽ അത് റേഞ്ച് ആയിട്ട് വരും. Question T from M3/2 മെട്രിക്സ് ആണ്. M3/2 to M2/3, അതായത് നമ്മുടെ ട്രാൻസ്പോസ് വരുന്നത് ടി ഓഫ് വി ഈസ് ഈക്വൽ ടു എ ടി ഓഫ് എ ഈസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് എന്ന് പറയാം. ഇതിന്റെ കേർണൽ കണ്ടുപിടിച്ച് ഫൈൻഡ് ദ കേർണൽ ഓഫ് ടി. Find the kernel of T. What is meant by kernel? Kernel of T is the set of all A such that T of A is equal to 0 അല്ലേ. അപ്പം T of A എന്ന് വെച്ചാൽ എന്താ? A transpose is equal to 0. A transpose 0 ആവുന്ന എപ്പോഴാ? A 0 ആവുമ്പോഴല്ലേ. So the matrix is equal to 0 matrix. അപ്പൊ കേർണൽ ഓഫ് മെട്രിക്സിന്റെ കേസിൽ കേർണൽ എന്ന് പറയുന്നത് എന്തായിരിക്കും?
കേർണൽ ഓഫ് ടി ഈസ് ഈക്വൽ ടു സീറോ മെട്രിക്സ്. സീറോ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിലോ സീറോ ട്രാൻസ്ഫോർമേഷൻ ടി ഓഫ് ഈ സീറോ അല്ല. അപ്പൊ ഇവിടെ കേർണൽ എന്ന് പറയുന്നത് വി തന്നെ ആയിരിക്കും. സെറ്റ് ഓഫ് ഓൾ വി തന്നെ ആയിരിക്കും. ഐഡന്റിറ്റി ട്രാൻസ്ഫോർമേഷന്റെ കേർണലോ ഐഡന്റിറ്റി മീൻസ് ടി ഓഫ് വി ഈസ് ഈക്വൽ ടു സീറോ. ടി ഓഫ് വി ഈസ് ഈക്വൽ ടു വി അല്ലേ. അപ്പം ദിസ് ഇസ് ഈക്വൽ ടു സീറോ ഇംപ്ലൈസ് വി സീറോ ആവും. അതായത് സെറ്റ് സീറോ ആയിരിക്കും ഇവിടത്തെ കേർണൽ. ഐഡന്റിറ്റീന്റെ കേർണൽ സെറ്റ് സീറോ. അത് എലമെന്റ് ആരുമില്ല, എം ടി സെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. The question, find the kernel of the projection T from R3 to R3 is that T of x, y, z. Projection എങ്ങനെയാണെന്ന് അറിയാലോ. This is x, y, 0. ഇവിടെ കേർണൽ എന്തായിരിക്കും? കേർണൽ ഓഫ് T is therefore we says that T of V is equal to 0 അല്ലേ. T of x, y, z is equal to 0 കൊടുക്കണം. This implies x, y, 0 is equal to 0 ആവും. 0 എന്ന് വെച്ചാൽ 0, 0, 0 എന്ന് പറയാം. അതിന്റെ മീനിങ് എന്താ? x 0, y 0, z 0 അല്ലേ. z 0 ആണോ? z എന്ന് പറയാൻ നമുക്ക് കിട്ടിയില്ല. z is equal to നമുക്കൊരു k എന്ന് കൊടുക്കാം. Therefore, kernel of T is equal to set of all 0, 0, k ആയിരിക്കും. Next question, T of x1, x2 is equal to x1 minus 2, x2, 0, minus x1. അപ്പം ഇവിടെ ടി ഫ്രം എന്തായിരിക്കും? R2 ഇവിടെ 3 എലമെന്റ് ഉണ്ട്. അപ്പൊ R3 ട്രാൻസ്ഫോർമേഷൻ ആണ്. അപ്പൊ ഇവിടുത്തെ കേർണൽ എന്തായിരിക്കും? കേർണൽ ഓഫ് ടി ഈസ് ഇതിന് 0 കൊടുക്കുക. x1 minus 2, x2, 0, equal 0 അല്ല. മൈനസ് x1 is equal to 0. x1 0 ആവും. x1 0 ആയാൽ x2 0 ആയി. Therefore, കേർണൽ ഓഫ് ടി എന്ന് പറയുന്നത് 0 തന്നെയാണ്.